ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് വീണ്ടും വലിയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ട് തെരുവിലിറങ്ങി പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഫലസ്തീൻ അനുകൂല അന്താരാഷ്ട്ര ഖുദ്സ് ദിനം ആചരിക്കുന്നതിനായി ഇറാനിൽ നടന്ന വൻ റാലികളിലാണ് പ്രസിഡന്റും മറ്റു ഉന്നത നേതാക്കളും പങ്കെടുത്തത്. ടെഹ്റാനിൽ നടന്ന ഈ പ്രകടനത്തിൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി, ആണവ ഊർജ്ജ സംഘടനാ മേധാവി മുഹമ്മദ് അസ്ലമി എന്നിവരടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ഇറാനികൾ തെരുവിലിറങ്ങി ഫലസ്തീനിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി ഇറാനെതിരെ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഈ വർഷത്തെ ഖുദ്സ് ദിനം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഭീഷണികളെ അവഗണിച്ച് വലിയ ജനസാന്നിധ്യമാണ് റാലികളിൽ കണ്ടത്. എല്ലാ വർഷവും റമദാനിന്റെ അവസാന വെള്ളിയാഴ്ചയാണ് ഇറാനിൽ ഖുദ്സ് ദിനം ആചരിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിനായി 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം തുടങ്ങിയതാണ് ഈ ദിനാചരണം. അതേസമയം ടെഹ്റാനിൽ നടന്ന റാലിക്കെതിരെ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ പറയുന്നു. പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ടെഹ്റാനിലെ വിവിധ ഭാഗങ്ങളിൽ കുറഞ്ഞത് 4 സ്ഫോടനങ്ങൾ നടന്നിരുന്നു. കരാജ് ഉൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലും ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2 ആഴ്ചയായി തുടരുന്ന അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനിൽ മാത്രം 1300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 10,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളുമാണെന്ന് ഇറാൻ അധികൃതർ പറയുന്നു. ഇതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലെ സൈനിക ലക്ഷ്യങ്ങൾ അമേരിക്ക ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞാൽ ദ്വീപിലെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന ഭീഷണിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയിരുന്നു. ദ്വീപിലെ എല്ലാ സൈനിക ലക്ഷ്യങ്ങളും US സൈന്യം പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെട്ടു. എന്നാൽ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാതിരിക്കാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ ദ്വീപ് വഴിയാണ് നടക്കുന്നത്. ഇറാൻ അമേരിക്കൻ ആക്രമണങ്ങളെ നേരിടാൻ കഴിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ സൈന്യവും ഭരണകൂടവും ആയുധങ്ങൾ താഴെവെച്ച് രാജ്യത്തെ സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം നീണ്ടു നിൽക്കുമോ എന്ന ആശങ്കയോടെ ലോക എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് ഉണ്ടാകുന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലെടുക്ക് ഇപ്പോൾ ആഗോള ശ്രദ്ധയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാൻ ഈ കടലെടുക്ക് കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകുകയുണ്ടായിരുന്നു. യുദ്ധസാഹചര്യത്തിൽ ഈ കടലെടുക്ക് ഉപയോഗിച്ച് ആഗോള സമ്പദ്വ്യവസ്ഥയിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ഇറാന്റെ തന്ത്രമെന്നാണ് സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം 97% വരെ കുറഞ്ഞതായി ഐക്യരാഷ്ട്രസഭ വിലയിരുത്തുന്നു. ഈ പ്രദേശത്ത് ഇതിനകം തന്നെ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ കുറഞ്ഞത് 16 ടാങ്കറുകളും മറ്റു കപ്പലുകളും ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഖോർ അൽ സുബൈർ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന സഫീസിയ വിഷ്ണു എന്ന ടാങ്കറിനെ 2 ആളില്ലാ ബോട്ടുകൾ ഇടിച്ചുകയറി സ്ഫോടനം സൃഷ്ടിച്ചു. കപ്പലിൽ തീ പിടിച്ചതോടെ ജീവനക്കാർക്ക് രക്ഷപ്പെടാൻ വളരെ കുറച്ചു സമയം മാത്രമാണ് ലഭിച്ചത്. 28 ജീവനക്കാരിൽ ഒരാൾ മരിച്ചു. ബാക്കി 27 പേരും സുരക്ഷിതരാണെന്നും ഇന്ത്യൻ എംബസിയുടെ സഹായം ലഭിച്ചതായും കപ്പലുടമകൾ അറിയിച്ചു. ഗൾഫിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 20,000 നാവികർ ഇപ്പോൾ അപകടകരമായ സാഹചര്യമാണ് നേരിടുന്നതെന്ന് വേൾഡ് ഷിപ്പിംഗ് കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ ഫെബ്രുവരി 28-ന് ഇറാനിലെ ഒരു പെൺകുട്ടികൾ സ്കൂളിൽ നടന്ന മിസൈൽ ആക്രമണത്തെക്കുറിച്ച് അമേരിക്കൻ സൈന്യം അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിൽ 168 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോപിക്കുന്നു. ഇത് ശരിവെച്ചാൽ മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായി നടന്ന US സൈനിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഗുരുതരമായ സിവിലിയൻ മരണങ്ങളിൽ ഒന്നായിരിക്കും. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം തെക്കൻ ഇറാനിലെ മിനാബ് ടൗണിന് സമീപമുള്ള സൈനിക താവളവും സ്കൂളും തമ്മിൽ തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് സൂചന. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പുരാതന പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായും തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റതായും റിപ്പോർട്ടുകൾ ഉണ്ട്. അമേരിക്ക ഇപ്പോൾ ഇറാനിലെ പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചു.
ഇതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ടെഹ്റാനിൽ നടന്ന റാലിയിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഇറാന്റെ നേതൃത്വം ഒളിച്ചിരിക്കുകയാണെന്ന അമേരിക്കൻ ആരോപണങ്ങൾക്ക് മറുപടിയായും ഇത് വിലയിരുത്തപ്പെടുന്നു. യുദ്ധത്തിന്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും വ്യാപിക്കുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അമേരിക്കയിൽ പോലും പ്രതികാര ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. മിഷിഗണിൽ ഒരു സിനഗോഗിന് നേരെ ഒരു തോക്കുധാരി ട്രക്ക് ഇടിച്ചു കയറി തീകൊളുത്തി. വെടിവയ്പിനിടയിൽ ആക്രമണാക്കി കൊല്ലപ്പെട്ടു. അതേസമയം വർജീനിയയിലെ ഓൾഡ് ഡൊമീനിയൻ സർവകലാശാലയിൽ നടന്ന വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതെല്ലാം നടക്കുന്നതിനിടെ ഇന്ത്യയ്ക്കും ഈ സംഘർഷം വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള 2 ഇന്ത്യൻ LPG ടാങ്കറുകൾക്ക് ഇറാൻ പ്രത്യേക അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടെ ശിവാലിക് എന്ന ടാങ്കർ കടലിടുക്ക് കടന്നതായും മറ്റൊരു കപ്പലായ നന്ദാദേവി ഉടൻ യാത്ര തുടരാനാണ് സാധ്യതയെന്നും സൂചനയുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ സംഘർഷം കൂടുതൽ വ്യാപിച്ചാൽ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും എണ്ണവിപണിക്കും വലിയ ആഘാതമുണ്ടാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. മിഡിൽ ഈസ്റ്റ് വീണ്ടും വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചോദിക്കുന്നത്.